അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഖുർആനിൻ്റെ തഫ്സീറുകൾ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെയധികം നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായും ആവശ്യമായി വരുന്ന കുറേ ആലോചനകളും ചിന്തകളും നമുക്ക് ലഭിക്കും. സൂറത്തു താഹ, അതേപോലെ തന്നെ സൂറത്തു അൽ അറാഫ്, ഈ സൂറത്തുകളിലൊക്കെ വളരെ വിശാലമായി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഈ ഹാറൂൻ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ആ ഒരു ബന്ധവും പെരുമാറ്റങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ പാഠങ്ങൾ നൽകുന്ന ഒന്നാണത്. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാമിന് ഫിർഔനെ നന്നായിട്ട് അറിയാം. കാരണം അവിടെ ജീവിച്ച ആളാണ്, അവിടെ വളർന്ന ആളാണ്, ആ കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അവിടേക്ക് വീണ്ടും ഒരു പ്രബോധനത്തിന് വേണ്ടി പോകാൻ വേണ്ടി പറയുന്ന സമയത്താണ് ഹാറൂൻ അലൈഹിസ്സലാമിനെ തൻ്റെ കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടിട്ടാണ് ഹാറൂൻ അലൈഹി സ്വലാമിനെ പ്രവാചകനായി നിശ്ചയിക്കപ്പെടുന്നത് എന്നും നമുക്ക് വായിക്കും മനസ്സിലാവും. അപ്പോൾ അതിൽ പിന്നെ ഒരു സഹായി എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ശബ്ദമിടുന്നതിനേക്കാളും രണ്ടാളുടെ ശബ്ദത്തിന് ശക്തിയുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് നേടുന്നതിനേക്കാളും രണ്ടാളുണ്ടെങ്കിൽ അതിനൊരു ശക്തി ഉണ്ടല്ലോ. അപ്പോൾ മനുഷ്യനൊരു ധൈര്യമാണത്. നമ്മൾ ഏകാന്തമായി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പേടി രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു കൂട്ടായി ജീവിക്കണം എന്നുള്ളതാണ്. പ്രബോധകന്മാരാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിലും ഒക്കെ ഒന്നിച്ചുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു? സഹാബത്തായിരുന്നില്ലേ? ആ സ്വഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവരായിരുന്നു കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സഹായി തനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരിക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അഫ്സഹു മിന്നി ലിസാൻ, എന്നെക്കാൾ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളാണ് ഹാറൂൺ, ഹാറൂൺ കൂടെ ഉണ്ടാവട്ടെ എന്ന്. നമ്മൾ കഴിവുള്ള ഒരാളെ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഓരോരുത്തരുടെയും കഴിവുകളെ ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ തനിക്കൊരു സഹായിയെ തിരഞ്ഞെടുക്കുമ്പോൾ മൂസാ നബി സ്വലം തൻ്റെ ബന്ധുവിനെയാണ് തിരഞ്ഞെടുത്തത്. മൂസാ നബി ഹാറൂൻ നബി നേർക്ക് നേരെ ഒരു ഉമ്മയും വാപ്പിയൊത്ത സഹോദരന്മാരാണെന്ന് പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. പിന്നെ യബ്ന എൻ്റെ ഉമ്മയുടെ പുത്ര എന്ന് നേർക്ക് നേരെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാം വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബന്ധു എന്ന് പറയുമ്പോൾ ആദർശ ബന്ധം വലിയ ബന്ധമാണ്. പക്ഷെ നമ്മുടെ ഒരു ബന്ധു എന്ന് പറയുമ്പോൾ ബന്ധുവും കൂടി ആകുമ്പോഴേ, ചോര ആവുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പക്ഷേ കൂടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം തൻ്റെ ഒരു സഹോദരനെ, കുടുംബ ബന്ധമുള്ളൊരു സഹോദരനെ തന്നെ തനിക്ക് സഹായിയായി ആവശ്യപ്പെട്ടത് എന്ന് ആയത്തുകൾ പറഞ്ഞു പോകുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളെ പരിചയമുള്ള, നമ്മളോട് ബന്ധമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും സഹായകമാവും. പലപ്പോഴും പല പ്രതിസന്ധികളും വരുമ്പോൾ പല ബന്ധങ്ങളെയും നമുക്ക് പരിചയപ്പെട്ടാവും. ആ ബന്ധങ്ങളൊക്കെ എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ പേരിൽ, നമ്മളെക്കൊണ്ടുള്ള പ്രയോജനത്തിൻ്റെ പേരിൽ, ഉപകാരത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന ചില ബന്ധങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അയൽവാസിനെ പറ്റി പറയും, നമുക്കൊന്ന് ബുദ്ധിമുട്ടായ വിളിച്ചാൽ ഓടി വരാനുള്ള ആൾക്കാരാണല്ലോ എന്ന് നമ്മളെപ്പോഴും പറയും. അതാണ് ആ ബന്ധം നിലനിർത്താൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. പക്ഷേ അവരൊക്കെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാം. ബന്ധുക്കൾ എന്ന് പറയുന്നവർ ഏത് സന്ദർഭത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകും. ആദർശ ബന്ധവും കുടുംബ ബന്ധവും കൂടെ ആകുമ്പോൾ അതിന് കുറച്ചും കൂടിയും ഊർജ്ജമുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരാളെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? നമ്മളിതിൻ്റെ ഡബിളായിട്ട് ദേഷ്യപ്പെടാൻ ഉണ്ടാവുക. അപ്പോഴാണ് ഈ കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് വാങ്ങാൻ വേണ്ടി വിളിച്ച് പോയി. ആ സമയത്ത് ഹാറൂനെ പ്രബോധന കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. തിരിച്ചു വന്ന് വലമ്മ റജാ മൂസ ഇല കൗമിക്ക് ഖളുബാൻ ആസിഫാന്ന്, ഭയങ്കര ദേഷ്യപ്പെട്ട വന്ന്. കാരണം ഈ സാമിരി അവിടുന്ന് കൊണ്ടുവന്ന സ്വർണ്ണക്കപ്പാടം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു പശുക്കുട്ടിനുണ്ടാക്കി ആരാധിക്കാൻ, അതിൽ പ്രത്യേകമായ ഒരു മുക്കറിടുന്ന ശബ്ദമൊക്കെ ഉണ്ടാണ്. പശുക്കുട്ടിനെ കണ്ടപ്പോൾ അവരെല്ലാവരും അതിനെ ആരാധിക്കാൻ തയ്യാറായി. അവർ തൗഹീദൊക്കെ മറന്നുപോയി. അപ്പോൾ തിരിച്ചു വന്ന് മൂസാ നബി അലൈഹി സ്വലാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഹാറൂൻ നബി അലൈഹി സ്വലാമെ താടിക്ക് പിടിക്കുന്നു, മുടിക്ക് പിടിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രകോപിതനായി
മൂസാ നബി അലൈഹി സ്വലാം പെരുമാറും. അതെന്താ പ്രകോപിതനായി പെരുമാറാനുള്ള കാരണം? ആ അതായത് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിലാണ് അവർക്ക് തൗഹീദിലാണ് അവർക്ക് തെറ്റുപറ്റിയത്. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ തൻ്റെ അനുചരന്മാരോട് അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവും ഉള്ള ആളാണ്. അവർക്കൊരു അപകടം വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമത്തിൽ നിന്നാണ് ആ ദേഷ്യം വരുന്നത്. ഇവർ നരകത്തിൽ പോകുന്ന വഴിപിഴച്ച് പോകുന്നൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അൽബാന അസിഫാന്ന്, അങ്ങനെ ഭയങ്കരമായി ഖേദിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്യണത്. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് നമ്മളുള്ള പ്രതികാരമല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ കൊണ്ടും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ദേഷ്യം ഉണ്ടാവാം. മാതാപിതാക്കൾക്ക് മക്കളോട് തോന്നുന്ന ദേഷ്യം അതാണ് സത്യത്തിൽ. അത് ഉൾക്കൊള്ളാൻ മക്കൾക്ക് കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ആ സമയത്ത് ആ ദേഷ്യത്തെ എങ്ങനെയാണ് ഹാറൂൻ നബി പ്രതിരോധിക്കുന്നതെന്നാണ്. ഒന്നാമത്തത് യബ്ന ആ വിളിയാണ്, വല്ലാത്തൊരു വിളിയാണത്. ആ ഉമ്മൻ്റെ മകനെ എന്ന് വിളിക്കുമ്പോൾ ആ ഉമ്മനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ആ ദേഷ്യമൊക്കെ ഒന്ന് തണുക്കാന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം മൂസാ നബി സ്വലം ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫലകങ്ങളൊക്കെ താഴ്ത്തിക്കിടുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് താൻ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ശിർക്ക് ഇവിടെ വന്നത് എന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നൽ കൗമസ്തദ് അഫൂനി, ഇവരെന്നെ ദുർബലനാക്കിയെന്നാണ്. എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അത്രയും അധികം അവരെന്ത് ചെയ്തു, എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. വക്കേതു യക്തുലൂനനി, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ അയാളത്തൊന്ന് കേൾക്കണ്ടേ. അപ്പോൾ അത് കേൾക്കുകയാണ് മൂസാ നബി. പിന്നെ കൊല്ലാനായി എന്നാണ് പറയുന്നത് അവരെല്ലാവരും അവിടെ കൂടിയിട്ട്. ഫല തുഷ്മിത്ത് ഫിയല്ലാത, നീ എന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശത്രുക്കളായ ആൾക്കാരത് കണ്ട് ചിരിക്കും, അതിനൊരു അവസരം കൊടുക്കരുത്. നീ എന്നോട് ദേഷ്യപ്പെടുന്നു, ഞാനും നീയും തമ്മിൽ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ, താങ്കൾ തമ്മിൽ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യും, ശത്രുക്കൾക്ക് അതൊരു സന്തോഷമാകും. വലാത്ത ജാലിനി മാൽ കൗമില്ലാലിമീൻ, അക്രമികൾ കൂടുതൽ ഞാനെന്തോ ഭയങ്കര അപരാധം ചെയ്തവനായി നീ എന്നെ കാണുകയും ചെയ്യരുതെന്ന്. അപ്പോൾ തൻ്റെ നിരപരാധിത്വം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, വളരെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, മൂസാ നബിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ മൂസാ നബി കാൽ റബ്ബി ഗഫിർലി വലി അഹി, എനിക്കും എൻ്റെ സഹോദരൻ നീ പുറത്തിറനെ പടച്ചോനെ എന്ന് മൂസാ നബി ഇസ്ലാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഖേദിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ജീവിത വീക്ഷണങ്ങളിലുമൊക്കെ വളരെ വലിയ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഖുർആൻ വചനങ്ങൾക്ക് പറ്റും. പക്ഷേ ഖുർആൻ എന്താ അറിയോ, നമ്മൾ അങ്ങനെ തഫ്സീറുകൾ വെച്ച് പഠിക്കണം. ശരിയായ അതിൻ്റെ വാക്കുകളും ആശയങ്ങളൊക്കെ ഉണ്ടായിട്ട് പഠിക്കുമ്പോൾ അതിന് ഉപകാരം കിട്ടും. അള്ളാഹു സഹായിക്കട്ടെ.